ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗൗതം ദേവിനെ കുറിച്ച് ഇന്ദ്ര ടിവിയിൽ വന്ന വാർത്ത വ്യാജമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. പോലീസ് പെൺകുട്ടിക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദുർഗ, മോളെ ദുർഗ. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? അവനിങ്ങ് വന്നോളും. മോളെ, നിന്നെ അബി വിളിക്കോ മറ്റോ ചെയ്തോ? ഇല്ല മുത്തശ്ശി, എന്തു പറ്റി? അല്ലെ, ഉച്ചക്കൊന്ന് മയങ്ങിയപ്പോ എന്തോ ഒരു സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞ് അബിയെ വിളിച്ചപ്പോ അവൻ ഫോണും എടുക്കുന്നില്ല. നീ ഒന്ന് വിളിച്ചു നോക്ക് മോളെ. മനസ്സിനൊരു വല്ലാത്ത വേവലാതി. ഈശ്വരാ. എടുക്കുന്നില്ല. വ്ലോഗ് എടുക്കുന്നതിന്റെ വല്ല തിരക്കിലോ മറ്റോ ആവും. എന്ത് തിരക്കിലായാലും ഇത്രയും പ്രാവശ്യം വിളിക്കുന്ന കാണുമ്പോ ഒന്ന് എടുക്കോ തിരിച്ചു വിളിക്കോ ചെയ്യാലോ. ഇത്രയും കാലം അവൻ അങ്ങനെ ആയിരുന്നല്ലോ. പിന്നെ എങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം വരുന്നേ? അമ്മ എന്തിനാ ഞങ്ങളെ നോക്കുന്നേ? അല്ല, നിങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കുത്തിത്തിരിപ്പുണ്ടാക്കി അവന്റെ മനസ്സ് നാശാക്കിയോന്ന് അറിയില്ലല്ലോ. ഞങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ആ, എനിക്കെങ്ങനെ അറിയാം? നിങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ അർത്ഥവും പ്രയോജനം എന്താണെന്ന് ദൈവത്തിന് പോലും അറിയില്ലല്ലോ. ദേ അമ്മേ, വേണ്ട. ഒന്നും രണ്ടും പറഞ്ഞ് നീ ഇനി വഴക്കിടാൻ നിൽക്കണ്ട. ഒന്നാമത് അമ്മ ആകെ ടെൻഷനില്ല. അത് അമ്മയ്ക്ക് വേറെ പണിയില്ലഞ്ഞിട്ടാ. ദുർഗ എവിടെ പാതിരാത്രിക്ക് മീറ്റിംഗ് ആണ്, ചാറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് പബ്ബിലും പാർക്കിലും ഒക്കെ പോയിട്ട് വരുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല. അതിന് ടെൻഷനും ഇല്ല, നാണക്കേടും ഇല്ല. പ്രായമായ ഒരു ആൺകൊച്ച് ഒരു അരമണിക്കൂർ താമസിച്ച ടെൻഷനാണ്. ഇതൊക്കെ ആരെ ബോധിപ്പിക്കാനാമേ? എനിക്കൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ആ സ്വപ്നം കണ്ടതു മുതൽ മനസ്സിനൊരു ഭാരം. അവനെ വളർത്തി ഇത്രയാക്കിയത് ഞാനും കൂടിയല്ലേ. ദുർഗയെ ദ്രോഹിക്കുന്നതിൽ നീ തിരക്കായതുകൊണ്ടേ അവനെ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതിനൊക്കെ ഞാൻ മറുപടി പറയാൻ നിന്നാലേ ശരിയാവില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അമ്മ ഈ വീടിന്റെ സമാധാനം കളയുന്ന ഉറപ്പിച്ചു തുടങ്ങിയിരിക്കുവാണോ? അതിന് ഞാൻ എന്താ പറഞ്ഞേ? ഓ, ഒന്നും അറിയാത്ത നിഷ്കളങ്ക. അതെ, അവനിങ്ങ് വന്നോളൂ അമ്മേ. മോളെ, നീ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കിയേ. ബെല്ലുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ഇനി ഫോൺ എവിടെയെങ്കിലും കളഞ്ഞു പോവോ മറന്നു വെക്കുകയോ ചെയ്തിട്ടുണ്ടാവോ? ആർക്കറിയാം മോളെ. ഹലോ ജെഡി. അഖിൽ, എനിക്കൊരു ഹെൽപ്പ് വേണം. എന്റെ ബ്രദർ അബിയെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അബിയുടെ നമ്പർ ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതിന്റെ ലൊക്കേഷൻ ഒന്ന് ട്രേസ് ചെയ്യണം. ഓക്കെ, ഞാൻ നോക്കിയിട്ട് വിളിക്കാം. ഓക്കെ. ഇവനത് എവിടെ പോയിരിക്കായിരിക്കും, അതും പറയാതെ. അബി എന്താ ഫാമിലി ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചത്? ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിലാണ്, നാളെ തിരിച്ചെത്തും. ഇവനെന്താ ഫോൺ എടുക്കാത്തെ? ഹലോ. ആ ജെഡി, അബിയുടെ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ലൊക്കേഷൻ ടൗണിൽ തന്നെയാ. നമ്മൾ സംസാരിച്ച് വെച്ച ഉടനെ അബിയുടെ മെസ്സേജ് വന്നു. ഏതോ ഫ്രണ്ടിന്റെ വീട്ടിലാണ്, നാളെ വരൂന്നൊക്കെ. ഓക്കെ, അപ്പൊ ടെൻഷൻ മാറിയല്ലോ.
ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അല്ലേ, നൈറ്റ് പാർട്ടി എന്തെങ്കിലും ആയിരിക്കും. അതെ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അച്ഛാ, അച്ഛാ, ദേ നോക്ക്. എന്തുവാ മോളെ? നോക്കിയേ. ഇല്ല, എന്തെങ്ങനെയൊന്നും അറിയില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ചേട്ടാ, ചേട്ടാ ദേ ഇത് കണ്ടോ? ന്യൂസിന്റെ കാര്യമല്ലേ? ആ അതെ, കോൾസ് വന്നോണ്ടിരിക്കുക. വേഗം വാ, നമുക്ക് ന്യൂസ് ഒന്ന് വെച്ച് നോക്കാം. വാ വാ വാ. ഗൗതം ദേവിനെ കുറിച്ച് ഇന്ദിര ടിവിയിൽ വന്ന വാർത്ത വ്യാജമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. പോലീസ് പെൺകുട്ടിക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു മോളെ? ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടാ ആ വാർത്ത കൊടുക്കാൻ സമ്മതിച്ചത്. ആ പെൺകുട്ടി പറഞ്ഞൊക്കെ സത്യമാണെന്ന് എഡിറ്റർ ഉറപ്പിച്ചു പറഞ്ഞതായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? നാട്ടുകാർ ചീത്തവിളി തുടങ്ങിയിട്ടുണ്ട്. ഗൗതം ദേവിനെതിരെ ആരോപണം വന്നതിനെ തുടർന്ന് സ്പെഷ്യൽ പോലീസ് ടീം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. കാര്യങ്ങൾ അറസ്റ്റിലേക്ക് എത്തുമെന്ന അവസ്ഥയിലാണ്. സ്വതന്ത്ര ജേർണലിസ്റ്റായ ശ്രീ സഞ്ജയുടെ സ്വന്തം സോഷ്യൽ മീഡിയ ചാനലിലൂടെയാണ് പെൺകുട്ടിയുടെ കുറ്റസമ്മതം അപ്ലോഡായത്. ഇതിനകം ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും ഉണ്ടായത്. അപ്പൊ ഇതെല്ലാം സഞ്ജയുടെ പണിയായിരുന്നോ? അപ്പൊ അവൻ തന്നെയായിരിക്കും ആ പെണ്ണിനെ ചാനലിലേക്ക് പറഞ്ഞു വിട്ടത്. ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഗൗതം ദേവിനെതിരെ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചത്? സതീഷ് പറഞ്ഞിട്ടാ. ഗൗതം സാറിന്റെ കൂടെ കുറെ കാലം സതീഷ് ഉണ്ടായിരുന്നു. പിന്നെ സതീഷ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കാരണം ഗൗതം സാർ സതീഷിനെ പറഞ്ഞു വിട്ടു. ആ വൈരാഗ്യത്തിനാണോ ഇപ്പൊ ഇങ്ങനെ ചെയ്തത്? അല്ല, സതീഷിന് ഇപ്പോ വലിയൊരു തുക ആവശ്യമായിട്ട് വന്നു. അത് കിട്ടാൻ വേണ്ടി ഗൗതം സാറിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാ സതീഷ് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത്. സത്യത്തിൽ നിങ്ങളുടെ കുട്ടിയുടെ അച്ഛൻ ആരാണ്? സതീഷാണ്. ഇപ്പൊ ഈ കുറ്റം ഏറ്റുപറയാൻ കാരണം? ഗൗതം സാറ് പണം തരില്ലെന്ന് ഉറപ്പായപ്പോ സതീഷ് എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. അയാള് ഞങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോവുകയാ ഉണ്ടായത്. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാ സതീഷ്. ഇനിയും ഞാൻ സത്യം പറഞ്ഞില്ലെങ്കിൽ ഗൗതം സാറിനെ അത് വല്ലാതെ ബാധിക്കും. ഗൗതം സാർ ഒരു തെറ്റും എന്നോട് ചെയ്തിട്ടില്ല. ഇന്റർവ്യൂ പുറത്തു വന്നതോടെ സതീഷ് എന്നയാൾ ഒളിവിലാണ്. ഇതിപ്പോ സഞ്ജയ് സത്യം വെളിക്കൊണ്ടുവന്നതല്ലേ, ഇതെങ്ങനെ സഞ്ജയ് നമ്മളോട് ചെയ്തതാവും? എന്റെ ചേച്ചി, ഇതൊന്നും ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇതൊക്കെ ഇവർ ഒരുമിച്ച് പ്ലാൻ ചെയ്താണെങ്കിലോ? ഹലോ, ഞാൻ കണ്ടു. അതെ, ഗൗതം അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നമുക്ക് അപ്പോഴേ അറിയായിരുന്നു. ഇതൊക്കെ ചാനലുകാരുടെ പരിപാടിയല്ലേ? ഇനി എങ്ങനെ നാട്ടുകാരോട് സമാധാനം പറയും? കുറെ നാളത്തേക്ക് ഇനി പുറത്തിറങ്ങണ്ടെന്ന് വെക്കാം. അല്ലാതെ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ?